ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ലക്ഷണത്തിനെ കുറിച്ചാണ്. കുട്ടികളിൽ കാഴ്ചക്കുറവ് പല വിധത്തിലും പ്രതിഫലിക്കാം. ഇപ്പോൾ നമ്മൾ 2-3 മാസം പ്രായമായിട്ടുള്ള കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയെ നോക്കി ചിരിക്കാതിരിക്കുക, അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ എത്തിപ്പിടിക്കാതിരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ കാഴ്ചക്കുറവിന്റെ ലക്ഷണമാകും. ഇപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികൾ, ഇൻഫൻസ്, ടോഡ്ലേഴ്സ് ഒക്കെ, അവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ട് കണ്ണ് തിരുമുണ്ടാവും. അതുപോലെ തന്നെ കണ്ണ് ചുളിച്ച് പിടിക്കുക, ഇതൊക്കെ ചിലപ്പോൾ കാഴ്ചക്കുറവിന്റെ ലക്ഷണമാവാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പോണ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർ ടിവിയുടെ വളരെ അടുത്ത് പോയിരിക്കുക. നമ്മൾ വിചാരിക്കും ഇൻട്രസ്റ്റ് കാരണമാണ് അടുത്ത് പോയിരിക്കുന്നത്, പക്ഷെ കുട്ടിക്ക് ശരിക്കും കാണാൻ പറ്റാത്ത കാരണമാണ് അവർ അടുത്ത് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് ബെഞ്ചിൽ പോയിരിക്കുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുക. പലപ്പോഴും പഠന വൈകല്യമാണെന്ന് ആൾക്കാർ വിചാരിക്കും. പാരൻസ് ഒക്കെ വിചാരിക്കും ഈ കുട്ടിക്ക് മടി കാരണം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണമാണ് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇൻഫാക്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഷോർട്ട് സൈറ്റ് മയോപ്പിയ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും, ബോർഡ് കാണാത്ത കാരണമായിരിക്കാം ആ കുട്ടി ശരിക്കും എഴുതാത്തത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഹെഡേക്ക്, തലവേദന. പലപ്പോഴും കുട്ടികൾക്ക് തലവേദന ഈ കണ്ണിന്റെ ഐ സ്ട്രെയിൻ കാരണം ഉണ്ടാവാം. കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാരണം തലവേദന. അതിന്റെ കൂട്ടത്തിൽ തന്നെ ആസ്തനോപ്പിയ എന്ന് പറയും, അതായത് കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് വേദന, ഇതൊക്കെ ഐ സ്ട്രെയിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണ് പരിശോധിക്കണം. ഗ്ലാസസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ പറയാനുള്ളത് കോങ്കണ്ണ്, ക്വിന്റ് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കണ്ണ് പരിശോധിക്കേണ്ടതാണ്. മിക്കവാറും ചിലപ്പോൾ ചില അവസരങ്ങളിൽ കോങ്കണ്ണ് ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും എല്ലാ വർഷവും കണ്ണ് പരിശോധിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. താങ്ക് യു.